ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ബെല്ലാരിയിൽ പരിശോധനയ്ക്കെത്തി എന്ന വാർത്തയാണ്. രണ്ടാം തവണയാണ് ബെല്ലാരിയിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള സ്ഥലങ്ങൾ എന്ന നിലയിൽ അവിടെ പരിശോധന നടത്തിയിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുകയാണ് അവിടെ പ്രത്യേക അന്വേഷണ സംഘം. തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ്. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ്റെ റൊദ്ദം ജ്വല്ലറിയിൽ അവർ ഈ സംഘം പരിശോധന നടത്തും എന്നും വിവരങ്ങളുണ്ട്. ഷഫീദ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ്കുമാർ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണ സമയം അവസാനിക്കാൻ 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് SIT എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ ഈ ഗോവർദ്ധന്റെ സ്ഥലത്തേക്ക് വീണ്ടും രണ്ടാം തവണ SIT എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മിനിറ്റിൽ പുറത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ചെന്നൈയിൽ SITയിൽ തന്നെ ഒരു പ്രത്യേക സ്ക്വാഡ് ഇന്നലെ മുതൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെ ഈ ബെല്ലാരിയിലുള്ള റൊദ്ദം ജ്വല്ലറിയിൽ, ഗോവർദ്ധന്റെ റൊദ്ദം ജ്വല്ലറിയിൽ ഇപ്പോൾ SIT സംഘം പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള വിവരം. അതായത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ഈ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ഇവർ വാ തുറന്നാൽ മാത്രമേ എന്തെങ്കിലും കിട്ടൂ എന്നുള്ള നിലപാടായിരുന്നു SITക്ക് ഉണ്ടായിരുന്നത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം വീണ്ടും നടത്തുന്നത്. കഴിഞ്ഞ തവണ, അതായത് ആദ്യ തവണ ബെല്ലാരിയിൽ നടത്തിയ പരിശോധനയിൽ റൊദ്ദം ജ്വല്ലറിയിൽ നിന്ന് 400 ഗ്രാമിലധികം സ്വർണം അത് അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. അതിൽ ഗോവർദ്ധൻ തന്നെ പറഞ്ഞ കാര്യമായിരുന്നു, ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ സ്പോൺസർ ചെയ്തത് താനാണ്, അതിൽ ബാക്കി വന്ന സ്വർണം താൻ എടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗോവർദ്ധൻ പറഞ്ഞു. ഗോവർദ്ധൻ തന്നെയാണ് അതിൽ ബാക്കി വന്ന സ്വർണം തന്റെ പക്കലുണ്ട് എന്ന് അന്വേഷണ സംഘത്തെ അറിയിക്കുന്നതും അന്വേഷണ സംഘം അവിടെ നിന്നും ഈ സ്വർണം പിടിച്ചെടുക്കുന്നതും. പക്ഷേ ആ സ്വർണം, ഗോവർദ്ധൻ നൽകിയ സ്വർണം, അത് ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലെ സ്വർണ്ണമാണ് എന്നുള്ളൊരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനില്ല. മാത്രവുമല്ല, അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ഗോവർദ്ധന്റെ നീക്കമാണിതെന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ബെല്ലാരിയിൽ അന്വേഷണം നടത്തുന്നത്. ഇന്ന് രാവിലെയാണ് ബെല്ലാരിയിലേക്ക് SIT ടീം എത്തിയത്. അതിനുശേഷം അവർ ഈ റൊദ്ദം ജ്വല്ലറിയിൽ പരിശോധന നടത്തുന്നു എന്നുള്ള നിർണായക വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. ദിലീപ് കുമാർ, ഷഫീദ്, യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ആ സ്വർണം പൊതിഞ്ഞ പാളികൾ അതെവിടെ എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഗോവർദ്ധനെ അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. അതിൽ കൃത്യമായ വിവരങ്ങൾ ഗോവർദ്ധൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം അതിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷഫീദ്, ഗോവർദ്ധൻ ഏതാണ്ട് 1.5 കോടിയോളം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന കാര്യം കൂടി പുറത്തു വരികയും ചെയ്തിരുന്നതാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇനിയൊരു വ്യക്തത വരുമോ? ഈ പരിശോധനയും അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ? ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിൽ ഒരു സ്വർണ്ണക്കള്ള നടന്നു. അതിന്റെ കോൺസ്പിറസിയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുമ്പോൾ പോലും അന്വേഷണം തുടങ്ങി 2.5 മാസം എത്താറാകുമ്പോൾ ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ എന്ത് ചെയ്തു, അത് എവിടേക്ക് കൊണ്ടുപോയി, ആരാണത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇതുവരെയും SITക്ക് ഒരു മറുപടി കിട്ടിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട വിശദമായിട്ടുള്ള ചില നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നത്. അതായത് ആദ്യം മുതൽ തന്നെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി നൽകിയ മൊഴിയിൽ അന്വേഷണ സംഘത്തിന് വലിയ സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഗോവർദ്ധൻ അന്വേഷണ സംഘം തേടിപ്പോയി കണ്ടെത്തിയ ആളല്ല, മറിച്ച് അദ്ദേഹം തന്നെയാണ് SITയിലേക്ക് എത്തിയത്. അതടക്കം ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള നീക്കം, ശ്രമം എന്നൊക്കെയുള്ള കാര്യങ്ങളായി വിലയിരുത്തുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഇതടക്കമുള്ള വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഡി മണിയെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തുമ്പോൾ പോലും സമാന്തരമായി ഈ ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി ഇവർ 3 പേരുമാണ് ഇക്കാര്യം ആസൂത്രണം ചെയ്ത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലെങ്കിൽ നടപ്പാക്കിയത് ഇവരാണ് എന്നുള്ളതാണ് SITയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് SIT ആ വിധത്തിൽ ഈ ഗോവർദ്ധനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നത്. ഈ ചെന്നൈയിലുള്ള SITയുടെ പ്രത്യേക സ്ക്വാഡ് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളിൽ അന്വേഷണം നടത്തുമ്പോൾ ബെല്ലാരിയിൽ ഗോവർദ്ധന്റെ റൊദ്ദം ജ്വല്ലറിയിൽ SIT പരിശോധന നടത്തുന്നുള്ള നിർണായക വിവരമാണ്. ഏതെങ്കിലും തരത്തിൽ ഗോവർദ്ധന്റെ സാമ്പത്തിക ഇടപാട് രേഖകൾ അടക്കമുള്ള കാര്യങ്ങളാണോ അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് നിർണായക വിവരം. മാത്രമല്ല, ഈ ഗോവർദ്ധൻ അസോസിയേറ്റ് ചെയ്യുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളിലാണ്, ഇയാളുടെ ഇടപാടുകൾ എന്തൊക്കെയാണ്, കേവലം അത് ഒരു ജ്വല്ലറി ഉടമ എന്നതിനപ്പുറത്തേക്ക് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായി ഗോവർദ്ധന് ബന്ധമുണ്ടോ, ഗോവർദ്ധൻ
ബന്ധപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തത തേടുകയാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്ന കാര്യം. ഏതായാലും നിർണായകമായ നീക്കമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിലെ ഒരു മേജർ ലീഡ് എന്ന് പറയുന്നത് രണ്ട് പേരാണ്. അതിലൊന്ന് പങ്കജ് ഭണ്ഡാരി ആണെങ്കിൽ രണ്ടത് ഗോവർദ്ധനാണ്. ഗോവർദ്ധൻ ശബരിമലയുമായി 2009 മുതൽ അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരുടെ അറസ്റ്റിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ ഗോവർദ്ധൻ SITക്കെതിരെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതടക്കം പ്ലാൻഡ് ആണ്, അതല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിരുന്നു പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും എന്നൊക്കെയുള്ള കാര്യങ്ങൾ, സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. പ്രത്യേകിച്ച് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ട് സ്വർണം നൽകിയെന്നൊക്കെ പറയുന്നതിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ് SITയുടെ വിലയിരുത്തൽ. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബെല്ലാരിയിൽ പരിശോധന നടത്തുന്നത്. കേവലം റൊദ്ദൻ ജ്വല്ലറിയിൽ മാത്രം ആ പരിശോധന ഒതുങ്ങില്ല. ഈ ബെല്ലാരിയിലെ ഇയാളുടെ വീട്ടിലടക്കം പരിശോധന നടത്താനാണ് SITയുടെ ഇപ്പോഴത്തെ തീരുമാനം. അതിന്റെ നീക്കങ്ങൾ അവർ ബെല്ലാരിയിൽ നടത്തി വരികയുമാണ്. ദിലീപ് കുമാർ. ഷഫീദ്, വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ അല്പം മുമ്പ് രമേശ് ചെന്നിത്തല തന്നെ ആരോപിച്ചതുപോലെ, നേരത്തെ പ്രവാസി വ്യവസായി മൊഴി നൽകിയതുപോലെ പഞ്ചലോഹ വിഗ്രഹ കടത്തുവരെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്, ഈ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് തുടങ്ങിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഏതായാലും അന്വേഷണ സംഘം ഒരു സ്ഥിരീകരണം ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷേ ഡി മണി എന്നൊരാളുണ്ട് എന്ന കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എത്രത്തോളം അന്വേഷണ സംഘത്തിന് ഈ ഡി മണിയിലേക്ക് ഇപ്പോൾ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഷഫീദ്? തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഷഫീദ് റാവുത്തറാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ബെല്ലാരിയിൽ ഗോവർദ്ധൻ്റെ റൊദ്ദം ജ്വല്ലറിയിൽ പരിശോധന നടത്തും എന്ന കാര്യമാണ്. ബെല്ലാരിയിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. നേരത്തെയും പ്രത്യേക അന്വേഷണ സംഘം ബെല്ലാരിയിൽ പരിശോധന നടത്തിയിരുന്നതാണ്. ഇത് രണ്ടാം തവണയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ബെല്ലാരിയിൽ എത്തിയിരിക്കുന്നത്. നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.